ഇത് എൻ്റെ റബ്ബർ കൃഷിയാണ്. റബ്ബർ ഇടവിളയായിട്ടാണ് റബ്ബർ ചെയ്തിരിക്കുന്നത്. തെങ്ങിൻ്റെ അകത്താണ് റബ്ബർ വെച്ചിരിക്കുന്നത്. തെങ്ങ് ആദ്യം വെച്ചു, ഈ റബ്ബർ വെച്ചു. റബ്ബറിൻ്റെ ഇടയ്ക്ക് കൊക്കോയും കൃഷി ചെയ്യുന്നുണ്ട്, റബ്ബർ തോട്ടം. അപ്പോൾ ഈ വർഷം കാലാവസ്ഥാ വ്യതിയാനം കാരണം പാലൊക്കെ വളരെ കുറവാണ്. ഇലകളൊക്കെ കൊഴിഞ്ഞ് കണ്ണൂരാണ്, കേരളത്തിൽ ആണ് ഇത് ഉള്ളത്. ഇടവിളയായിട്ട് ലാഭമുണ്ട്. കൊക്കോ കൃഷിയിൽ നിന്ന് മോശമില്ലാത്ത വരുമാനം കിട്ടുന്നുണ്ട്. തെങ്ങിനും കായ കുറവാണെങ്കിലും മോശമില്ലാത്ത വിളവ് കിട്ടുന്നുണ്ട്. ഇടവിള ചെയ്യുന്നതുകൊണ്ട് കൃഷിക്കാരൻ കത്തിച്ചെങ്ങമുട്ടി പോകുന്നു മാത്രം. സ്വന്തം ചെയ്താലേ ഇതൊക്കെ മെച്ചമുള്ളൂ. വൻ തോട്ടമായിട്ടല്ല ഞാൻ ചെയ്യുന്നത്. ഇടവിള തെങ്ങ്, റബ്ബർ, കൊക്കോ. കൃഷിത്തോട്ടങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ വരണം. അടിക്കാടെല്ലാം തെളിച്ച് ഇരിക്കുക. ഇപ്പോൾ ടാപ്പ് ചെയ്യാനായിട്ടുള്ള സമയമാണ്. മരങ്ങളൊക്കെ നല്ല ഉയരത്തിലാണ് വളരുന്നത്. വയൽ പ്രദേശമാണ്, അതുകൊണ്ട് തണുപ്പൊക്കെ ഉണ്ട്. കൊക്കോ നല്ല വളർച്ചയാണ്, നല്ല കായുമാണ്. കൊക്കോയും നല്ല വളർച്ചയിലാണ് കാണുന്നത്. കൊക്കോ ഇപ്പോൾ പൂവിടുന്ന സമയമാണ്. ഇത് വേറൊരു സ്ഥലത്ത് മരച്ചീനി കൃഷി, കപ്പ കൃഷിയാണ്. ഇത് 7 മാസമായി കപ്പ നല്ല വിളവ് കിട്ടുന്നുണ്ട്. റബ്ബർ മുറിച്ച് മാറ്റിയിട്ട് അവിടെ കപ്പ ഇട്ട് നോക്കിയതാണ്. കപ്പ പറിക്കാനായി, വിളവെടുക്കാനായി. ഒരു 20 സെൻറ്റ് സ്ഥലത്ത് ഞാൻ കപ്പ ഇട്ട് റബ്ബർ മുറിച്ച് മാറ്റി, കൊക്കോയും മുറിച്ച് മാറ്റിയിട്ട്. മോശമില്ലാത്ത വിളവുണ്ട് കപ്പയ്ക്ക്. JCBക്കാണ് കുളമൊക്കെ എടുത്തത്. വേറെല്ലാം പറിച്ചു കളഞ്ഞു. കാട്ടുപന്നിയുടെ ശല്യത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് കമ്പിയൊക്കെ ഇട്ടു. 3 നിര കമ്പി ഇട്ടു. കാട്ടുപന്നിയുടെ ശല്യമുള്ള പ്രദേശമാണ്. പന്നി കയറിയില്ല, പന്നി കപ്പ കുത്തിയിട്ടില്ല. കശുമാവും വെച്ചിട്ടുണ്ട് ഇടയ്ക്ക് കൂടി. കപ്പ വിളവെടുക്കാനായി. അഭിപ്രായങ്ങൾ കമൻറ്റിൽ വരണം. കപ്പ കൃഷി നല്ല ഇലയുണ്ട്, ഇല നിറഞ്ഞ് നിൽക്കുകയാണ്. ലൈക്ക് ചെയ്യണം, കമൻറ്റ് എഴുതണം.